എന്താ ഇത് ടീച്ചറെ? സാർ, ഹൈസ്കൂൾ തലത്തിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് ഒരു ഖോഖോ ടീം രൂപീകരിക്കാൻ സാറിൻ്റെ ഒരു പെർമിഷൻ വേണം. ഇപ്പോൾ ഓൾറെഡി നന്നായിട്ട് കളിക്കുന്ന കുട്ടികളിൽ നിന്ന് മികച്ച കുട്ടികളെ തിരഞ്ഞെടുക്കാനാണ് സാർ പ്ലാൻ. ടീച്ചറെ, ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഈ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ ശമ്പളം മുടങ്ങാതെ കിട്ടും. പിന്നെ പിള്ളേരെ വല്ലപ്പോഴൊക്കെ ഒന്നുണ്ടേ ഓടിക്കുകയോ ചാടിക്കുകയോ ഒക്കെ ചെയ്താൽ കൊള്ളാം. ശരിക്കും ഈ ഉന്തിത്തൊടുന്ന കളിക്ക് ടീച്ചർ ടീം ഉണ്ടാക്കാൻ പോവുകയാണ്? ഇത് ഉന്തിത്തൊടലല്ല സർ, ഇത് ഖോഖോ ആണ്. നാഷണൽ ഗെയിംസിൻ്റെ വരെ ഭാഗമായിട്ടുള്ള ഒരു സ്പോർട്ടാണ് സർ ഖോഖോ. അതിനിവിടെ ഒരു ടീം ഉണ്ടാക്കുന്നതിൽ എന്താ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സർ. എന്തായി ടീച്ചറെ ചുമ്മാ സമയം കളയാനായിട്ട്? ടീച്ചർക്ക് ഇവിടുത്തെ അവസ്ഥ അങ്ങോട്ട് ശരിക്കും മനസ്സിലാവാനായിട്ടാണ് സാർ. പിള്ളേർ 4 അക്ഷരം പഠിച്ച് പാസ്സായ അതുകൊണ്ട് നമുക്കെന്തെങ്കിലും ഗുണമെങ്കിലും ഉണ്ട്. ഇതിപ്പോൾ പിള്ളേർ എവിടെയെങ്കിലും വീണ് കയ്യോ കാലോ ഒടിഞ്ഞാൽ സാറേ ഉള്ള കാര്യം പറയാലോ നമ്മുടെ തലയിലാവും. അല്ലെങ്കിൽ തന്നെ ഇതൊന്നും കൊണ്ട് ജീവിതത്തിൽ ആർക്കൊരു ഗുണമില്ലല്ലോ സാറേ. സർ, എനിക്കൊരു ജീവിതം ഉണ്ടായ സ്പോർട്സ് കാരണമാണ്, ഈ ജോലി അടക്കം. അതുകൊണ്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല സർ. മറിയ ടീച്ചറിന് ആദ്യത്തെ ജോലിയോടുള്ള ആവേശമൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ കഴിഞ്ഞോട്ടം DO വന്നിട്ട് പോയപ്പോൾ പറഞ്ഞത് കാര്യങ്ങൾ ഇതുപോലാണെങ്കിൽ സ്കൂള് കൂട്ടിക്കോളാനാ. സാറിനറിയാലോ. ഇനി അതല്ല സുകുമാര സാറ് പറഞ്ഞതുപോലെ ടീച്ചർ കുറച്ച് റെസ്റ്റ് എടുത്താലും നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ സാറേ? റെസ്റ്റ് എടുക്കാനല്ലല്ലോ സാർ ഞാൻ അവിടെ വരുന്നത്, ഇതെൻ്റെ ജോലിയാണ്. ടീച്ചറെ, ഈ മാസം 11-12 തീയതികളിൽ ടീച്ചർ സെലക്ഷൻ നടത്തിക്കോ. താങ്ക് യു സർ. സാറേ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ടില്ലല്ലേ ഒരു തീരുമാനിച്ചിട്ട്. വിനോദ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് പുതുതായ ഒരു കാര്യവും നടക്കില്ല. പിള്ളേർ കളിച്ചു നോക്കട്ടെ. ആർക്കറിയാം, നമ്മുടെ സ്കൂളിലൊരു PT ഉഷയോ അഞ്ജു ബോബി ജോർജോ ഒക്കെ ഉണ്ടോന്ന്. PT ഉഷ ഇവിടെ വിനോദേ, ടീച്ചർക്ക് ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്ക്. താങ്ക് യു സർ. താങ്ക് യു. മറിയ, കോച്ച്, ടൈമിംഗ് മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നാഷണൽസിൽ ഗോൾഡ് കിട്ടാനുള്ളതായിട്ടില്ല. കഴിഞ്ഞ തവണ കിട്ടിയ ബ്രോൺസ് കിട്ടിയാൽ തന്നെ ഭാഗ്യം. ഇല്ല കോച്ച്, എനിക്ക് ഉറപ്പുണ്ട് ഇത്തവണ ഗോൾഡ് കിട്ടും. പിന്നൊരു കാര്യം, ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ ഡയറ്റിൻ്റെ കാര്യം മറന്നേക്കരുത്. ഓക്കെ, ബ്രേക്ക് ചെയ്തു. താങ്ക് യു കോച്ച്. വേമ അങ്ങനെ അല്ലെങ്കിൽ ഇന്ന് കളിപ്പില്ല. നീ എന്താ ലേറ്റ്? സത്യം പറഞ്ഞാൽ ഉറങ്ങിപ്പോയി, ട്രെയിനിങ് മിസ്സായി. കോച്ചിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ അത് വിട്. നാഷണൽ ഗെയിംസിന് ഒരു 5-6 മാസം കൂടെ ഉള്ളൂ, നീ കുറച്ചും കൂടി സീരിയസ് ആണോ? ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ. മമ്മിക്ക് എങ്ങനെയുണ്ട് ഇപ്പൊ കാലുവേദന? ഡോക്ടർമാര് പുതിയ മരുന്നുകളൊക്കെ ഇപ്പൊ മമ്മിയിലാ പരീക്ഷിക്കുന്നത്. വെറുതെ കാശ് പോകുന്ന അല്ലാതെ വലിയ ഗുണമൊന്നുമില്ല. ഞാനേ ഒരു കാര്യം കാണിച്ചു. എന്ത് നോക്ക്, എങ്ങനെയുണ്ട്? കൊള്ളാം. മറിയ ഫ്രാൻസിസ് ഇട്ട മിണ്ടായിരുന്നേ, ആരെങ്കിലും കാണും. ആരെങ്കിലും കണ്ട എനിക്കെന്താ ഇട്ട കാര്യം. എങ്ങനെയുണ്ട് സംഭവം? കൊള്ളാം. നാഷണൽ ഗെയിംസിൽ ഇതിട്ട് ഇറങ്ങുമ്പോഴേ ഒരു റിച്ച് ലുക്കൊക്കെ കിട്ടും. ഞാനിത് പെടില്ല. എന്താ? ഇന്ത്യൻ ജേഴ്സി ആയിട്ട് കളിക്കുമ്പോഴേ ഇതിടും ഞാൻ അപ്പയ്ക്ക് വാക്ക് കൊടുത്തതാ. ബെസ്റ്റ്. ഇനി അതിന് വലിയ താമസമൊന്നും ഇല്ലല്ലോ. അഞ്ജു, മീനാക്ഷി, നന്ദന, അഞ്ജന, ശ്രീലക്ഷ്മി, ദീപിക, നവമി, സാരാമ ടീച്ചർ, മീത്തുമോൾ, സജന, ഗൗരി, ലിറ്റി, നിങ്ങൾ 12 പേരും ഇന്നു മുതൽ നമ്മുടെ സ്കൂൾ ഖോഖോ ടീമിന്റെ ഭാഗമാണ്. അപ്പോൾ ഇനി കുറച്ചും കൂടി സീരിയസ് ആയി കളിച്ചു തുടങ്ങണം. വരുന്ന സബ് ജില്ലാ ടൂർണമെന്റിൽ നമ്മളുടെ സ്കൂളിന് വേണ്ടി മത്സരിക്കാൻ പോകുന്നത് നിങ്ങൾ 12 പേരായിരിക്കും. അഞ്ജു ആയിരിക്കും ഈ ടീമിന്റെ ക്യാപ്റ്റൻ. നമ്മുടെ ശിവചേട്ടനായിരിക്കും ഈ ടീമിന്റെ മാനേജർ. അപ്പൊ തുടങ്ങല്ലേ?
സ്പീഡും കൊണ്ടാണോ കളിക്കാൻ വന്നത്? കോക്കോ കളിക്കാൻ വന്നാണോ? അത് സാറ്റ് കളിക്കാൻ വന്നാണോ? ഇങ്ങനെയാണോ ചേസ് ചെയ്യുന്നത്? ഡിഫൻഡേഴ്സ് വന്നെങ്കിൽ നിന്നേരും വായന വന്ന് തൊട്ടോന്ന് പറഞ്ഞിട്ട്. ഈ സ്പീഡ് വെച്ചിട്ടാണോ കൊക്കോ കളിക്കാൻ പോകുന്നത്? ടീച്ചർ ഭയങ്കര വെയിലോ ടീച്ചറെ. വെയിലൊന്നും കൊള്ളാൻ പറ്റില്ലെങ്കിൽ നീ എന്തിനാണ് സ്പോർട്സ് എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നിരിക്കുന്നത്? ക്ലാസ് പോയി ഇറങ്ങിപ്പോ, ക്ലാസ് പോ. വെയിൽ കൊള്ളാൻ പറ്റില്ല, സ്പോർട്സിന് ഇറങ്ങിയിരിക്കുക. ടീച്ചറെ വെള്ളം വേണം. വെള്ളം മാത്രം മതിയോ? വേറെന്തെങ്കിലും? ഒരു തരി ഡെഡിക്കേഷൻ. ഞാൻ നിർത്തിയിട്ടോ, എനിക്ക് മതിയായി. ഇതെന്താണ് പ്രാക്ടീസ്? അതോ കൊല്ലാൻ കൊണ്ടുപോണതോ? പണ്ടാരതും പൊരു വെയിലത്ത്. എൻ്റെ പൊന്നെ ഇതുണ്ടാ. ഓ സത്യം, ഞാൻ വെയിലത്തൊന്ന് കറുത്തുപോയി. ഓ പണ്ട് പിന്നെ ആ പിള്ളേരെ ചുവന്നിരിക്കാനല്ലേ? ആണോ? ഇല്ലല്ലേ. ദേ അഞ്ചു, നീ പോകുന്നില്ലെങ്കിൽ പിന്നെ ഞാനും ഇല്ല കേട്ടാ. അത് മതി. നിങ്ങളാരും പോകണില്ലെങ്കിൽ ഞാനും ഇല്ല. പിന്നെ നീ പോണ്ടോ? ഞാൻ പോ. എന്താ പറഞ്ഞതല്ലേ? നീ ഒറ്റയ്ക്ക് പോ. പോണം. ഏറ്റി നീയോ? ആ പോവും. ഞാൻ പോകുന്നുണ്ട്. പോവോ നീ? ഇല്ല, ഞാൻ പോണില്ല. ആ അതാണ് എനിക്ക് നല്ലത്. നീയും പോകുന്നില്ല? അല്ല അതെങ്ങനെ ശരിയാവും? ടീച്ചർ പറഞ്ഞതല്ലേ, അപ്പൊ പോണം. നീ പോകുന്നില്ല, അത്രേ ഉള്ളൂ. Did you catch me? Did you see me while I ran around the bush? Together we were running till the sun got up and boom. Are you scared about the fact that I will be alone? Well, you ain't gonna worry more, cause I'ma be alone.